സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രോത്ത് വീട് പ്രശ്നങ്ങളുടെ നടുക്ക് നിൽക്കുമ്പോഴാണ് ആ കുഞ്ഞതിഥിയുടെ പ്രവേശനം. അതായത് ഗിരീഷും രജനിയും ഒരച്ഛനും അമ്മയും ആകാനായിട്ട് പോകുന്നു. ആ വാർത്ത കേൾക്കുമ്പോൾ തന്നെ ഗിരീഷിന് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. രജനി ചോദിക്കുകയാണ്, ഇക്കാര്യം എൻ്റെ വീട്ടിൽ കൂടി അറിയിക്കണ്ടേ, അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷമാവും എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടറെ കണ്ട് നമുക്ക് ഉറപ്പ് വരുത്തി ഒരു ടെസ്റ്റൊക്കെ ചെയ്തിട്ട് നേരെ ചന്ദ്രോത്ത് വീട്ടിലേക്ക് നാളെ തന്നെ പോകാമെന്ന് പറയുന്നു. അങ്ങനെ രജനിയും അത് ശരിവെക്കുകയാണ്. എന്തായാലും അവർ ഡോക്ടറെ കാണാനായിട്ട് പോകുന്നുണ്ട്. പിന്നീട് നേരെ ചന്ദ്രോത്ത് വീട്ടിലേക്ക്. പിന്നീട് അവിടെ ചെന്ന് സിദ്ധാർത്ഥനോട് മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട് രജനി. അച്ഛൻ എന്നെ തല്ലാൻ കാരണമായത് ഞാൻ തന്നെയാണ്. സംസാരം മൂലമാണ് എങ്ങനെയൊക്കെ സംഭവിച്ചത്. അച്ഛൻ എന്നോട് മാപ്പാക്കണം. എന്നോട് ദേഷ്യമൊന്നും പാടില്ലെന്ന് പറയുമ്പോൾ മോള് അച്ഛനോടല്ല മാപ്പ് ചോദിക്കേണ്ടത്, അച്ഛൻ മോളോടാണ്. ഗിരീഷിൻ്റെ ഭാര്യയായിട്ടുള്ള മോളെ ഞാൻ തല്ലിയത് ഒരിക്കലും ശരിയായില്ല. എന്നോട് മാപ്പൊന്നും ചോദിക്കണ്ട, അച്ഛനൊരു ദേഷ്യമില്ലെന്നൊക്കെ പറഞ്ഞ് സിദ്ധാർത്ഥനാണെങ്കിൽ സമാധാനിപ്പിക്കുന്നു. രജനിയുടെ മാറ്റമൊക്കെ കണ്ട് എല്ലാവർക്കും ആകെ അത്ഭുതമാവുകയാണ്. രജനി പതിവില്ലാത്തതുപോലെ ദേവികയോട് ചിരിക്കുന്നു, സംസാരിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് ഞങ്ങളുടെ ഈ വരവിൽ ഒരു സന്തോഷമായിട്ടുള്ള കാര്യം കൂടി ഇട്ടെന്ന് പറയുമ്പോൾ എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ഗിരി പറയുകയാണ്, ചന്ദ്രോത്ത് വീട്ടിൽ ഒരു കുഞ്ഞതിഥി വരാൻ പോകുന്നു, നിങ്ങൾ ഒരു അമ്മമ്മയും അമ്മച്ചനും ആകാൻ പോകുന്നു എന്ന്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷിക്കുകയാണ് നമ്മുടെ സിദ്ധാർത്ഥനും ദേവികയും നന്ദനും അതുപോലെ പ്രഭാവതിയൊക്കെ. പ്രഭയാണെങ്കിൽ സന്തോഷത്തോട് കൂടിയിട്ട് രജനിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. മോളെ, അമ്മയെ കേട്ടത് സത്യമാണെന്ന് ചോദിക്കുകയാണ്. കാരണം അത്രയും വേദനയിലിരിക്കുമ്പോഴാണ് ആ സന്തോഷ വാർത്ത. അതാവുമ്പോൾ പ്രഭാവതിക്ക് ഒരു മരുന്നാവുന്നുണ്ട്. കാരണം ഒരു കുഞ്ഞതിഥി എല്ലാത്തിനും ഒടുവിൽ കൊഞ്ചിക്കാനും ലാളിക്കാനും എല്ലാ പ്രശ്നങ്ങളും മറക്കാനും ഒരു കുഞ്ഞ് വരുന്നു. അതെ അമ്മേ, സത്യമാണ്. അങ്ങനെ എല്ലാവരും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ദേവികയാണെങ്കിൽ രജനിയെ വിളിച്ചിട്ട് പോവുകയാണ് റൂമിലേക്ക്. ചേച്ചി, എന്നോട് ചേച്ചിക്ക് എന്തെങ്കിലും ദേഷ്യവും മറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ, ശരിക്കും ഞാൻ നിന്നോടല്ലേടി മാപ്പ് ചോദിക്കേണ്ടത്, നിന്നെ ഞാൻ എന്തൊക്കെ രീതിയിൽ കുറ്റപ്പെടുത്തി വേദനിപ്പിച്ചു, എന്നോട് നീയാണ് ശരിക്കും ക്ഷമിക്കേണ്ടതെന്നൊക്കെ പറയുമ്പോൾ, അതൊന്നും അല്ല ചേച്ചി, എനിക്ക് ഇപ്പോൾ ഒരു പ്രശ്നമില്ല, ഞാനിപ്പോൾ പൂർണ്ണമായിട്ടും ഒരു അമ്മയിലേക്ക് മാറുകടേ. ഇനി വൈകാതെ തന്നെ ഈ വീട്ടിലും ഒരു അതിഥി വരണം, നിൻ്റെയും നന്ദൻ്റെയും കുഞ്ഞ്. ദേവികയാണെങ്കിൽ നാണത്തോടെ നിൽക്കുന്നു. അങ്ങനെ താഴത്തേക്ക് പോകുമ്പോഴാണ് അവിടെ നന്ദനാണെങ്കിൽ ഒരു ബിഗ് സർപ്രൈസ് ഒരുക്കുന്നത്. അതായത് മം ടു ബി നമ്മുടെ രജനിക്ക് വേണ്ടിയിട്ട് ഒരു സന്തോഷത്തിനായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യണം. എല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്ത് ആഘോഷിക്കുന്നുണ്ട് ആ ഒരു സന്തോഷം. പിന്നീട് രജനിയും ഗിരീഷും തിരിച്ചു പോകുന്നു. അങ്ങനെ മാധവനെയും രാധികയെയും കളയാനായിട്ട് മുരളിയും ഗൗരിയും വരുന്നുണ്ട്. അവിടെ ശാരികയുണ്ട്. ഗൗരിയുടെ അനിയന് പെണ്ണ് ചോദിക്കാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ആ വിവാഹം നടത്തണമെന്നൊക്കെ പറയുമ്പോൾ മാധവനും രാധികയും പറയുന്നുണ്ട്, ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല, പക്ഷേ ശാരികയുടെ അഭിപ്രായം എന്താണെന്നറിയാതെ ഒന്നും തീരുമാനിക്കാൻ കഴിയില്ലെന്നൊക്കെ പറയുമ്പോൾ ശാരിക പറയുന്നുണ്ട്, തുറന്നു പറയുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത്, എനിക്ക് എന്തായാലും ഇപ്പോൾ ഒരു വിവാഹത്തിന് താല്പര്യമില്ല, എനിക്ക് ഒരു ജോലിയും മറ്റൊക്കെ തന്നെ വേണം, എനിക്ക് കുറച്ച് സ്വപ്നങ്ങളുണ്ട്, വിവാഹം കഴിഞ്ഞാൽ അതൊന്നും നടക്കില്ല, എല്ലാവരുടെയും ജീവിതം പോലെ എൻ്റെ ജീവിതവും ആവും, ചേച്ചിയുടെ ജീവിതം കാണുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് പേടി തോന്നിയിട്ടുണ്ട്, അതുകൊണ്ട് ഒരു തടസ്സവുമില്ലാതെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ടെന്നിങ്ങനെ ശാരിക തറപ്പിച്ച് പറയുകയാണ്. അതൊക്കെ വിവാഹം കഴിഞ്ഞാലും ആയിക്കോട്ടെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ വെറും പറച്ചിൽ മാത്രമാണ് മുരളിയേട്ട, പക്ഷേ ഒരുപാട് കാര്യങ്ങൾ അവിടെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്, എനിക്ക് എന്തായാലും ഇപ്പോൾ പറ്റില്ല, കാത്തിരിക്കാമെങ്കിൽ കാത്തിരിക്കാം എന്നിങ്ങനെ ശാരിക പറയുന്നു. എന്തായാലും അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം കില്ലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.